ഹേ ഗായ്സ്, സോ ഇന്ന് ഞങ്ങൾ സിസ്റ്റേഴ്സ് ഡേ ഔട്ടിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ് ഗൈസ്. ഷോപ്പിങ്ങിന് വേണ്ടി സോ ഇന്ന് ഞങ്ങൾ സിസ്റ്റേഴ്സ് ഡേ ഔട്ടിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ് ഗൈസ്. ഇന്നലെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ മൈൻഡിൽ വന്നതാണ് ഗൈസ്, ഒരു സിസ്റ്റേഴ്സ് ഡേ ഔട്ട് ബ്രൈറ്റ് ടു ബി ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ. സോ ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ഒരു ഡേ ഞങ്ങൾ സിസ്റ്റേഴ്സ് സ്പെൻഡ് ചെയ്യാനുള്ളത്. ഇന്നലെ നൈറ്റ് മാത്രം എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ, പക്ഷേ ആ പ്ലാൻ അങ്ങോട്ടേക്ക് വേഗം തന്നെ സക്സസ് ആയിട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് ഇന്നലെ തന്നെ കുറേ പ്ലാനൊക്കെ ചെയ്ത് എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളതൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്ത് ഞങ്ങളെ നോട്ടിൽ എഴുതി വെച്ചതായിരുന്നു. പക്ഷെ ഇന്ന് എന്തൊക്കെ വാങ്ങാനുണ്ടുള്ള സാധനത്തിൻ്റെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ലിസ്റ്റ് എടുക്കാതാണ് ഞങ്ങളിപ്പോൾ സാധനം വാങ്ങാൻ പോകുന്നത്. ബട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. അപ്പം ഈവനിങ് ആണ് ഞങ്ങൾ പ്രോഗ്രാമൊക്കെ സെറ്റാക്കിയത്. അപ്പം ഇപ്പോൾ പോയിട്ട് ഞങ്ങൾ സാധനം വാങ്ങിയിട്ട് വരാം കേട്ടോ. അപ്പം ഞങ്ങൾ 4 ആൾക്കാരും സാധനം വാങ്ങാൻ പോകുന്നുണ്ട്. കുറച്ച് സാധനങ്ങൾ കേട്ടോ. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഒരു പിക്നിക് ഡേറ്റ് ആണ് ഗൈസ്. വാലൻറ്റൈൻസ് ഡേ ഒക്കെ കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വാലൻറ്റൈൻസ് ഡേക്കൊന്നും യാതൊരുവിധ ഡേറ്റിങ്ങും കാര്യങ്ങളൊന്നും കിട്ടാത്തതിനെ കൊണ്ട് ഞങ്ങൾ 4 പേരും തന്നെ ഞങ്ങൾക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്തു അല്ലേ? യെസ് ഗൈസ്. സോ തുടക്കം തന്നെ മൂഞ്ചിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ മൂഞ്ചി എന്നല്ല, തുടക്കം തന്നെ മറവിയിലൂടെയാണ്. കാരണം എടുക്കേണ്ട സാധനമൊക്കെ മറന്നിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ അത് തെറ്റുണ്ട്, ടെക്നോളജി മറന്നിട്ട് ബുക്കിൽ എഴുതി. അത് ശരിയാണ്. ഫോണിൽ നോട്ടുണ്ടായിട്ടും അതിലൊന്നും ചെയ്യാതെ ഞങ്ങൾ പരമ്പരാഗത രീതി, അതെ, ഇപ്പോൾ നോട്ടും എടുക്കാൻ മറന്നു, എല്ലാം എടുക്കാൻ മറന്നു. ഇനിയിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് പകുതി സാധനം മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. എന്തായാലും ഞങ്ങൾ പോയിട്ട് വാങ്ങി നോക്കി വരാം. ഒരു ഇത്തിരി അങ്ങോട്ട് നടന്നപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ടയേർഡ് കാരണം ഒരാൾ അവിടെ കോട്ടനാവിയൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം വിളിച്ച് പറഞ്ഞു ഇപ്പം വരെ പെറുക്കി തരാറുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പം വെയിറ്റ് ചെയ്യും. We went to bought some fresh flowers guys, but unfortunately ഇവിടെ ഒരു ഫ്ലവർ പോലും ഇല്ല. മുല്ലപ്പൂണ്ട്, യെസ്, മുല്ലപ്പൂ മാത്രമുണ്ട്. ബട്ട് മുല്ലപ്പൂ കിട്ടിയിട്ട് കാര്യമില്ല. സോ ഞങ്ങൾ ഇനിയും നേരെ നടക്കുകയാണ്. ബാക്കി 2 ആൾക്കാരെ പപ്പ പെട്ടെന്ന് വന്ന് സേവ് ചെയ്തു. ഞങ്ങൾ കുറച്ച് ദൂരം നടക്കണം, പിന്നെ ഞങ്ങളെയും വന്ന് പിക്ക് ചെയ്യും. ബട്ട് ഫസ്റ്റത്തെ അറ്റംപ്റ്റ് തന്നെ ഫ്ലോപ്പായി, അട്ടോ ഫ്ലോപ്പ്. ഇനിയിപ്പോൾ ഞങ്ങൾ 2 പേരാണ് ഒപ്പരം പോവേണ്ടത്. ബട്ട് ഞങ്ങൾ 2 തടിച്ചികളെ ഇങ്ങനെ ഒപ്പരം ഇരിക്കും. ആ കൺഫ്യൂഷനിലും ചിന്താഗതിയിലുമാണ് ഞങ്ങൾ. കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ എങ്ങനെയൊക്കെയോ കൊള്ളിച്ചു ഗൈസ്. ഞങ്ങൾ അത്ര വലിയ തടിച്ചുകളല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ പോയത് റിലയൻസിലേക്കായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഒരു തേങ്ങാപ്പിണ്ണാക്ക് പോലും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. രണ്ടാമത്തതും പാളി. അവിടെ ഒരു സാധനവും ഇല്ലായിരുന്നു. ഇത് ഞങ്ങൾ ഈവനിങ് ആയിക്കഴിഞ്ഞാലും സാധനങ്ങളൊന്നും കിട്ടൂല തോന്നുന്നുണ്ട്. ബട്ട് ഞങ്ങൾ അത്ര പെട്ടെന്നൊന്നും ഗിവ് അപ്പ് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് ഷോപ്പിൽ പോയതാണ്. പോയ 2 ഷോപ്പിൽ നിന്നും കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി പോയി കേക്ക് വാങ്ങാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ കേക്ക് ബോക്സിലേക്കായിരുന്നു പോയത്. ഇവിടെ കുറേ ഹാൻഡ് കേക്ക്സ് ഉണ്ട് കേട്ടോ, ഒക്കെ ചീസ് കേക്ക് ആയിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഈ ഒരു കുനാഫ ചീസ് കേക്കും വാങ്ങി നേരെ നെക്സ്റ്റ് ഷോപ്പിലേക്ക് പോയിട്ടോ. ഇവിടുന്ന് ഞങ്ങൾക്ക് ഈ ഒറ്റൊരു സാധനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് ചേക്കേറാൻ പോവുകയാണ്. ഞങ്ങൾ കയറുന്ന ഒരു ഷോപ്പിലും ഞങ്ങൾക്ക് വേണ്ടി ഫുൾ സാധനങ്ങളും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഷോപ്പൊക്കെ കുറേ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ സാരമില്ല വിചാരിച്ചേ. പിന്നെ ഞങ്ങൾക്ക് പെയിൻറ്റ് ബ്രഷും ഡ്രോയിങ് ബുക്കൊക്കെ വേണേനെ അതും വാങ്ങി. സാധനം പകുതി പോലും ആയിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ക്യാഷ് പകുതിയായി, അതാണ് സത്യം. സാധനങ്ങളൊന്നും മറന്നുകൊണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ഓൾറെഡി മമ്മീനോട് പറഞ്ഞിട്ട് വാട്സപ്പ് ചെയ്യിപ്പിച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഞങ്ങൾ എല്ലാ സാധനവും കിട്ടിയ ഒന്ന് വെച്ചിട്ട് കേട്ടോ. കണ്ട് ഗൈസ്, പൂ കക്കാൻ വേണ്ടി പോയതായിരുന്നു ഗൈസ്. പൂ കട്ടു, പക്ഷെ വീട്ടിൻ്റെ ഉടമസ്ഥർ കണ്ടെന്ന് തോന്നുന്നു.
ചീത്തൊന്നും കേൾക്കില്ലെന്ന് വിചാരിക്കാം. ഓക്കെ ഗൈസ്, ഓർക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു, അതുകൊണ്ട് നമ്മുടെ ജുനൂദ രക്ഷപ്പെട്ടു. ഓര് വിചാരിക്കും ഏതോ കള്ളന്മാരാണ് വിചാരിക്കും. എന്നാ പോവാ. അപ്പം ഞങ്ങളുടെ ആ മിഷൻ നടന്നു ഗൈസ്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ വാങ്ങാൻ വിചാരിച്ചത് ഫ്ലവർ ആയിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ഫ്ലവർ ഇല്ലാത്തതിനെ കൊണ്ട് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് വാങ്ങിയത് ഫ്ലവർ ആയിരുന്നേ. അങ്ങനെ ഈ ഒരു ഫ്ലവറോടുകൂടി ഞങ്ങൾ എല്ലാവിധ പർച്ചേസിങ്ങും കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടിയതെല്ലാം കിട്ടി കേട്ടോ. പക്ഷെ ഞങ്ങൾക്കൊരു ബുക്ക് വേണ്ടിയിരുന്നു. പക്ഷെ സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാ ബുക്ക് സ്റ്റോറും ക്ലോസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അത് ഒഴിവാക്കി കേട്ടോ. പിന്നെ ഇപ്പനെ വിളിച്ചു, ഇപ്പായിരുന്നു കേട്ടോ വീട്ടിലേക്ക് കൊണ്ടാക്കി തന്നത്. ശേഷം വീട്ടിൽ നിന്ന് ഞങ്ങൾ മോർണിംഗ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്താണെങ്കിൽ ഒടുക്കത്തെ ചൂട്, രണ്ടും കൂടി ആയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചത്ത അവസ്ഥയിലായിരുന്നേ. പിന്നെ ബുക്ക് കിട്ടാത്തതിൻ്റെ സങ്കടം ഞങ്ങൾ സ്വിഗ്ഗിൻ്റെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഖസാന ഓർഡർ ചെയ്ത് കേട്ടോ. ഈ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് സാധനം ഓർഡർ ചെയ്യുന്ന സമയത്ത് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് സാധനം ഓർഡർ ചെയ്യുന്ന ടൈമിൽ ഇത് സാധാരണ നമ്മുടെ ലോക്കൽ സ്റ്റോറിൽ നിന്നാണോ വാങ്ങി വരാ, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിൽ നിന്നാണോ വാങ്ങി വരാറുള്ളത്? അതെ, കമൻറ്റ് ഇടുക ഗൈസ്. മമ്മി ഇവിടെ സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണ് ഗൈസ്. ഇന്നതെന്താ ഒരു ഭയങ്കര സൗണ്ട്? ശേഷം മമ്മിയാണ്, കുറച്ച് ലുക്കും മമ്മിയാണ് ഗൈസ് സാൻഡ്വിച്ച് മേക്കർ. സാൻഡ്വിച്ച് ഞങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മമ്മിയാണ്. പറഞ്ഞിട്ടൊക്കെ തരാട്ടോ. ഇതില്ലേ നിങ്ങൾ ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് എവിടുന്നാ വാങ്ങണത്? അങ്ങനല്ല, ഇപ്പൊ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ലോക്കൽ സ്റ്റോർ, നമുക്കായിട്ടൊരു സ്റ്റോർ ഉണ്ട്, അവിടേക്കാണ് ഓർഡർ അടിക്കുക. നമ്മുടെ ഖസാൻ. യെസ്.